ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 3. സോ ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഗോവയ്ക്കാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് റൂം ഒന്ന് കാണിക്കാം. ആക്ച്വലി ഇത്തിരി മെസ്സിയാണ്, പക്ഷേ ഇത് ഓംകാർ ബീച്ച് ബംഗ്ലോ ആണ്. ആൻഡ് ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ആൻഡ് ജസ്റ്റ് പുറത്ത് ബീച്ചാണ്. ഞാനും അതിൽ ചേച്ചിയും കൂടി ബീച്ചിലേക്ക് വന്നത്. അത്രയും അതായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ബീച്ച് കാണുന്നത്, ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ആസ് ഇന്നലെ ഇന്നലെ അത്ര കാണാൻ പറ്റിയില്ല ഈ ബീച്ച്. രാത്രിയായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കും. ആൻഡ് ആതിര ചേച്ചി വളരെ ടയേർഡായിരുന്നു, അപ്പോൾ ബെഡ് കടന്ന ഉടനെ ഉറങ്ങി. സോ അത്ര ക്രൗഡഡ് ബീച്ചല്ല, പക്ഷെ ഉണ്ട് ആൾക്കാരായിട്ടുള്ളൂ. സോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു ആൻഡ് ഇത്തിരി നേരം എൻജോയ് ചെയ്തു ബീച്ചിൽ. എന്നിട്ട് ഞങ്ങൾ പോയി ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. സോ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചത്. ചോലെ ഭട്ടൂരെ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഈ പാൻ കേക്ക് ആൻഡ് ആതിര ചേച്ചി മൈസൂർ ദോശ ഓർഡർ ചെയ്തു. എന്നിട്ട് ചെക്ക് ഔട്ടിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ 11 o'clock എല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. സോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സൗത്ത് ഗോവയിൽ നിന്ന് നോർത്ത് ഗോവയ്ക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് 2 hours 3 hours ഇതിൻ്റെ ട്രാഫിക്കൊക്കെ ഇൻക്ലൂഡ്. ഇപ്പോഴും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. എൻ്റെ പല്ല് പലതും. സോ ഞങ്ങൾ ഇപ്പോഴും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കോക്കനട്ട് വാട്ടറിന് വേണ്ടി നിന്നതാണ്. സോ 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഷാലോം ബാക്ക് പാക്കേഴ്സിലെത്തി. സോ ഇതൊരു ഹോസ്റ്റൽ മോഡലായിരുന്നു. അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ലഗേജൊക്കെ വെച്ചിട്ട് അഞ്ജുന ഫ്ലീ മാർക്കറ്റിൽ പോയി. സോ ഇത് വെനസ്ഡേ മാത്രം തുറക്കുന്ന ഒരു ഫ്ലീ മാർക്കറ്റാണ്. ആൻഡ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്, ജ്വല്ലറി, ബാഗ്സ്, പിന്നെ മസാലാസ്, മാസ്ക്സ്, ട്രഡീഷണൽ ഗോവൻ മാസ്ക്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊരു വേ അഞ്ജുന ബീച്ചിലേക്ക് പോവുമായിരുന്നു. സോ ഞങ്ങൾ ഇത്തിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. സോ ഞങ്ങൾ ഇപ്പോൾ ഈവനിങ് ഡിന്നർ അല്ല, ലഞ്ചിന് ശേഷമുള്ള സ്നാക്സ് മാത്രമേ കഴിച്ചിട്ട് വന്നു. ആക്ച്വലി സ്നാക്സ് അല്ല, കാരണം ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞങ്ങൾ പോവുക ഞങ്ങളുടെ കാർ പാർക്കിങ്ങിലേക്ക്. ആൻഡ് അതിനുശേഷം അറിയില്ല എന്താ പ്ലാൻ. ഇൻസ്പെക്ടർ ദയാ ദർവാസ തോട് ദേ. സോ ഞങ്ങൾ ബാഗ ബീച്ച് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. സോ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്താണ്, ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ ക്രിസ്മസ് ടൈമിൽ ഇത് വളരെ യുനോ ആക്റ്റീവ് ആൻഡ് വളരെ നല്ലതായിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ ഫുള്ള് പാർട്ടി വൈബായിരുന്നു. ഞങ്ങൾക്ക് 12 മണി വരെ ഇവിടെ സർവൈവ് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ പോയി ഒരു ബീച്ച് ഷാക്കിലേക്ക് ആൻഡ് അവിടെ വല്ല സ്നാക്സ് മാതിരി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സോ ഞങ്ങൾ ക്രിസ്പി കോണും ആൻഡ് ഇത്തിരി ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു. ആൻഡ് അവിടെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇതാണ് ഷാക്ക് ഞങ്ങളുടെ. സോ അതിനുശേഷം ഞങ്ങളിപ്പോൾ പുറത്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. സോ ഞങ്ങൾക്ക് ഫയർ വർക്ക്സ് കാണണമായിരുന്നു മിഡ് നൈറ്റിൽ ക്രിസ്മസിൻ്റെ. അത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മുടെ ലിസ്റ്റിൽ അത് എപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ. സോ അത് കാണണം. പക്ഷെ വളരെ തണുപ്പാണ് ഇവിടെ. അവർ രണ്ടുപേരും പോയി, അവർക്ക് അർജന്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. ഇവിടെ തണുപ്പുണ്ട്. സോ ഞങ്ങൾ അഥവാ മിഡ് നൈറ്റ് വരെ എന്തോ ഞാൻ സ്വെറ്റർ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. രാവിലെ തൊട്ടേ അതിന് സ്വെറ്റർ ആയിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ലെയിൻസ് എക്സ്പ്ലോർ ചെയ്യാന്ന്. സോ അങ്ങനെ പോയിട്ട് ഞങ്ങൾ മോമോ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയപ്പോഴേക്കും 12 ആയി. ആൻഡ് കറക്റ്റ് 12 മണിക്ക് ഫയർ വർക്ക്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ കുറേ ആൾക്കാർ ഇത് ചെയ്യേണ്ടായിരുന്നു ബീച്ചിൽ തന്നെ, ബീച്ച് ഷാക്കത്തെ ആൾക്കാർ തന്നെ. നിങ്ങൾ എന്തായാലും ഈ സമയത്ത് വരികയാണെങ്കിൽ ബീച്ചിൽ ഫയർ വർക്ക്സ് എന്തായാലും കാണണം. അതെന്തായാലും നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ ഉണ്ടാവണം. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ ഒരു സറിയൽ മൊമെൻ്റ് ആയിരുന്നു. സോ ഒരു 12 മണിക്ക് ശേഷം ഞങ്ങൾ ഫുഡ്സി എന്നെന്തോ പറഞ്ഞ സ്ഥലത്തേക്ക് പോയാണ്. അവിടുന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. സോ അതിന് ശേഷം ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് തിരിക്കുകയാണ്. സോ ഞങ്ങളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു ആൻഡ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഇപ്പോൾ ഞങ്ങൾ സോ ഇതാണ് ഞങ്ങളുടെ ബെഡ്. എന്നിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് വളരെ നീറ്റായിരുന്നു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ. കോമൺ ഏരിയ ആൻഡ് കളിക്കുന്ന സംഭവങ്ങളും ബുക്സൊക്കെ ഉണ്ട്.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ നീച്ചു ആൻഡ് ഇപ്പോൾ ഞങ്ങൾ 11 o'clock ചെക്കൗട്ട്. എത്രയും സമയം 10:30. അവർ രണ്ടുപേരും ബ്യൂട്ടി പ്രിൻസസസ് ഇത് റെഡി ആയിട്ടില്ല ആൻഡ് ഞങ്ങളിപ്പോൾ പാക്ക് ചെയ്യാണ്. അടുത്ത സ്റ്റോപ്പ് ഞങ്ങളുടെ ഫോണ്ടൻ ഹാസ് ലെയിൻസ് ആയിരുന്നു. സോ ഇത് ഓൾഡ് ലാറ്റിൻ സ്റ്റൈൽ ഹൗസസ് ആയിരുന്നു, മിക്സിങ് പോർച്ചുഗീസ് സ്റ്റൈൽ വിത്ത് ഗോവൻ എലിമെൻറ്റ്സ്. സോ ഇവിടെ ഞങ്ങൾ വിവാ പഞ്ചം പറഞ്ഞൊരു സ്ഥലത്ത് പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. വിവാ പഞ്ചമിലാണ് ഞാനൊരു പെപ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ കേരളത്തിൽ കിട്ടാത്തതുകൊണ്ട് ഒരു നാരങ്ങ സോഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഞങ്ങള് ഇത്രയും സമയം 1 മണിക്കാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കണം. രാവിലെ ബ്രഞ്ച് മതി ഇപ്പൊ കഴിക്കുക. സോ ഞങ്ങൾ സീ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ചിക്കൻ സിസ്ലിംഗ് പ്ലാറ്റർ വിത്ത് ഗോവൻ റൈസ് കഴിച്ചു. പിന്നെ ഈ ബെബിൻക പറഞ്ഞ ഗോവൻ ഡിഷ് ഉണ്ട്, സ്വീറ്റ് ഡിഷ്. സോ അത് ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. സോ അത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമായിരുന്നു. സോ ആതിര ചേച്ചിയുടെ റിയാക്ഷൻ കണ്ടിട്ട് നിങ്ങൾ എന്നെ ഡിസൈഡ് ചെയ്യുമോ, നിങ്ങൾക്ക് ട്രൈ ചെയ്യണോ അതോ? ഞാൻ ആദ്യമായിട്ടാണ് ഗോതമ്പാവില് നമ്മള് പൗഡർ ഒക്കെ ഇട്ടിട്ട് സ്മൂത്തായി പരത്തി ചപ്പാത്തി മതി ഉണ്ടാക്കിയിട്ട് എന്ത് വെച്ചിട്ട് അത് ഉണ്ടാക്കുക? അതിൽ ഷുഗർ ഇട്ടത്. ഇത് എന്ത് റിസർച്ച് ചെയ്തത്? ഇത് ഇവരുടെ സ്പെഷ്യൽ ഡിഷാണ്, അത്രയാണ്. അല്ലാണ്ട് എന്തുകൊണ്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഗോവ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഫോണ്ടൻ ഹാൻസിലേക്ക് വരണം. ആൻഡ് ക്രിസ്മസ് ടൈമിലാണെങ്കിൽ സ്പെഷ്യലി ഇവിടുത്തെ വൈബ് വളരെ സ്പെഷ്യലാണ്. സോ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് എവിടെ, ഒരു ബസിലിക്ക ഓഫ് ജീസസ്. യാ, സോ ദ ഇൻഫന്റ് ജീസസിന്റെ എന്തോ ഒരു ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ മലയാളം പറയാൻ അറിയുള്ളൂ. സോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ്. ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. സോ നമുക്ക് കാണാൻ വേണ്ടി. സോ ഞങ്ങൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്തു ഞങ്ങൾ വാഴ്സ ബീച്ച് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വല്ല ബീച്ചിൽ പോവാൻ. കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ട്രെയിൻ ആക്ച്വലി 7 അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് ഇതുവരെ ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ടില്ല. ഗോവയിൽ വന്നിട്ട് സൺറൈസ് കണ്ടു. സോ അത് കണ്ടല്ല ഉദിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ അതാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 17:45 ആയി. ഞങ്ങൾക്ക് അടുത്ത ഒരു 15-20 മിനിറ്റിനുള്ളിൽ സൺസെറ്റൊക്കെ കണ്ട ശേഷം പോകണം. സോ ഞങ്ങളിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സൺസെറ്റാണ്. അതിന് ശേഷം വല്ലതും പറയാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഒരു ബീച്ചിൽ നിന്നാണ്, യാത്ര അവസാനിപ്പിക്കുന്നത് ഒരു ബീച്ചിൽ തന്നെയാണ്. യെസ്, യാത്ര തുടങ്ങിയപ്പോൾ ഞങ്ങൾ സൺറൈസ് കണ്ടു, യാത്ര അവസാനിപ്പിക്കുമ്പോൾ നമ്മള് സൺസെറ്റ് കാണാൻ പോവാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സ്ഥലമാണ് അല്ലേ, നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പ്ലാനില് പിന്നെ നോക്കിയപ്പോ ഏത് 27 ആതിര ചേച്ചിയുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടും നമ്മൾ നടത്താൻ പോവാണ് ഇവിടെ. ആതിര ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആതിര ചേച്ചി 26. യെസ്. സോ ഞങ്ങൾ ഫൈനലി സൺസെറ്റ് കണ്ടു ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിന് ശേഷം ഫുള്ള് എന്താ പറയുക, ഹരി വരിയിലായിരുന്നു ഞങ്ങൾ. കാരണം ട്രെയിന് മിസ്സാവാൻ വേണ്ടി പോയി, കാറ് റിട്ടേൺ ചെയ്യാനായിരുന്നു. ശരി, ബൈ. ആണോ? ബൈ. സോ ഞാനും ജിത്തും ട്രെയിനൊക്കെ കയറി. ഇന്നിപ്പോൾ 5-6 മണിയായി. സോ ഇതുവരെ ഞങ്ങൾ എത്തിയില്ല. ട്രെയിൻ ഇത്തിരി ലേറ്റാണ്. ഇന്നലെ അത്ര നമ്മുടെ എന്താ ഓക്കെ. അപ്പോൾ ഇന്നലെ ആണ് ട്രെയിൻ കയറിയത്. അപ്പോൾ അത്ര എടുക്കാൻ പറ്റിയില്ല വീഡിയോസൊക്കെ, കാരണം വളരെ ബിസി ആയിരുന്നു. എല്ലാ സാധനങ്ങളും ഓടിയിട്ടാണ് ട്രെയിൻ പിടിച്ചത്. കാരണം ഓൾറെഡി ഞങ്ങൾ വരുമ്പോഴേക്കും 6:30 ആയി. ആൻഡ് 6:30 ആയിട്ട് ഓടിയിട്ട് 6:40 ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി. എന്നിട്ട് വരുമ്പോഴേക്കും 6:45-44 ആയി. അപ്പോഴേക്കും കറക്റ്റ് 6:50 ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങി. അപ്പോൾ വളരെ അതായിരുന്നു. ആൻഡ് ആദ്യ ചേച്ചി അച്ചോട്ടി വന്നിട്ടുണ്ടായിരുന്നു ബൈ ഒക്കെ പറയാൻ വേണ്ടിയിട്ട്.
സോ ഞങ്ങളുടെ ലഗേജ് ഞാൻ കാണിച്ചതാണ്. സോ ഞങ്ങൾ എത്തും CSIT. നമുക്ക് നോക്കാം. ഗൈസ് ഞങ്ങൾ എത്തി ഫൈനലി. ജിത്തു എങ്ങനെയുണ്ടായിരുന്നു എല്ലാം? അതാണ് അവന്റെ റിയാക്ഷൻ.